by Parle Hide and Seek Choco Chip Cookies. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് ഹാർദവമായ സ്വാഗതം. ആര്യനാട് പാലായിക്കുളത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ ചങ്ങാതിമാരും ചങ്കുകളുമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് സ്നേഹം വാരിക്കോരി തരുന്ന, ഒരുപാട് ഒത്തൊരുമയുള്ള, നല്ല ഭക്ഷണം കിട്ടുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ് നമ്മുടെ ഈ പാലായിക്കോണം. പാലായിക്കോണത്തെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇതൊക്കെയാണ് പാലായിക്കോണം. ഇവിടെ കള്ളത്തരങ്ങളില്ല, നന്മയുള്ള കുറേ മനസ്സുകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും സൂപ്പർ ബമ്പറിൻ്റെ ഈ ഷോ, സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പറിൻ്റെ ഈ ഷോ ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ദേശങ്ങൾ കടന്ന്, ഒരുപാട് നാടുകൾ കടന്ന് സി സൂപ്പർ ബമ്പർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും സന്തോഷമല്ലേ? ഹാപ്പിയല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് സി സൂപ്പർ ബമ്പർ ഇവിടെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നിങ്ങളുടെ ചിരി വേണം, നിങ്ങളുടെ നന്മ വേണം, നിങ്ങളുടെ മനസ്സ് വേണം. അതുമാത്രമാണ് ഞങ്ങളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്കൊരു അടിപൊളി പെർഫോമൻസ് കാണാം അല്ലേ? मेरे ढोल मेरे प्यार की धुन, मेरे ढोल मेरे ढोल मेरे प्यार की धुन, मेरे ढोल मेरे चाहती तो बेजाने बजी, जिंदा रही ओ मेरे धरा, धरा तुम, धरा तुम, धरा तुम, धरा तुम, मेरे ढोल मेरे प्यार की धुन, मेरा ढोल। सागर मरती तुझको चाहेगा, तुझे बेचैनियां भी आएगा। सागर मरती तुझको चाहेगा, तुझे खुशबू तेरे प्रकार का जीना, तेरे रोम रोम में तू है, तेरी चुड़िया की कंसा, तेरी जुबान का दिल है, तेरी दुनिया में हमारे मुश्किल बड़े हैं, मुश्किल है वो पिया। സഹദൻ സഗമാ മധുരി 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 ധനി സ ധനി സ ധനി സ മധുനി 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 സ മധുനി സ മധുനി സ മധുനി സ സനി ദ മ സനി ദ മ സനി
मेरे ढोल मेरे प्यारे की धुन मेरे ढोल എന്താ മോടെ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. എവിടെ വീട്? വീട് ഇവിടെ അടുത്ത് തന്നെ. എത്ര നാളായിട്ട് സംഗീതം പഠിക്കുന്നു? സംഗീതം ഒരു 5-6 വർഷം. 6 വർഷം. ആരാ ഗുരുവാരാ? ഗുരു പാർവതീപുരം പത്മനാഭയ്യർ. ഓക്കെ ഓക്കെ. ചെറുപ്പത്തിലെ തൊട്ട് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. വളരെ മനോഹരമായിരുന്നു. കാരണം ക്ലാസിക്കലിന്റെ ഒരു ഭയങ്കര വേഷം ഉണ്ടായിരുന്നു. കൂടെ ആരൊക്കെയുണ്ട് വന്നിട്ട്? കൂടെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഗായകനാണ്. ആണോ? അച്ഛൻ വന്നേ. ആ അച്ഛൻ്റെ കൂടെ വേറെ കുർത്തിയിട്ടിരിക്കുന്ന ആരാ? മോനാണോ? അനിയനും പാ. സംഗീത കുടുംബമാണ്. ദാസേട്ടൻ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? വിഘ്നേശ്വരൻ. വിഘ്നേശ്വരൻ. മോന്റെ പേര്? വൈഷ്ണവ്. വൈഷ്ണവ്. ഓക്കെ. 2 കുട്ടികളാണല്ലേ? 4 പേര്. ആ ഗംഭീരം. അതിന് നല്ലൊരു കൈയടി. മൂത്തയാള്? മോള്. പിന്നെ രണ്ടാമത്തെ ആള്? മോൻ. മൂന്നാമത്തെ ട്വിൻസ് ആണ്. ഓക്കെ ഓക്കെ. വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല വന്നിട്ടില്ല. മോനെ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലാണല്ലേ? അപ്പം നമ്മുടെ സംഗീത കുടുംബമാണ് ഇവിടെ വന്നിട്ടുള്ളത്. മോൻ നന്നായിട്ട് പാടും, മോള് പാടും. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തലയിൽ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നല്ല കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട് തന്നെയാണ് ഇത്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. മോൻ പാടും അല്ലേ? 2 പേര് പാടിയാലോ നമുക്ക്? ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകയാലെന്നോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകയാലെന്നോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്ന് നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകയാലെന്നോ നാണ്ടി.
വെരി ഗുഡ്. നല്ലൊരു കയ്യടി. ഈ അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അച്ഛൻ്റെ ഒരു പാട്ട്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ ഹരേ കൃഷ്ണ. ദ്വാരപാലന്മാരടച്ചിട്ട ദക്ഷിണ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ ദ്വാരപാലന്മാരടച്ചിട്ട ദക്ഷിണ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ കാറൊളിപ്പൂമുഖം കാൺമാൻ കൊതിച്ചിട്ടും എൻ വിളിയങ്ങന്തേ കേട്ടിരിപ്പൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗംഭീരം. വിളിച്ചു കേട്ടോ. എവിടേക്കോ ദാസേട്ടൻ്റെ ലുക്കും ശബ്ദവും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദാസേട്ടൻ്റെ എളിമയും എല്ലാം കൂടെ ചേർന്ന ഒരു ഫാമിലിയാണ്. അതിലും ചേച്ചി പാടുവോ? ചെറുതായിട്ട് പാടും. ഓക്കെ. പിന്നെ ട്വിങ്സ് രണ്ടുപേരുണ്ട്. നമുക്ക് അവരെ പഠിപ്പിക്കണം. നമുക്ക് അവരെത്ര വയസ്സായി? 7 വയസ്സായി. 7 വയസ്സായി. അവർ പാടും. നന്നായിട്ട്. ഇന്ന് വരാൻ പറ്റിയില്ല അല്ലേ? അടുത്ത നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരണം. എന്നാലും ഒരുപാട് സന്തോഷമാണ്. അടുത്ത തവണ വരുമ്പോൾ വീണയും എല്ലാം അവിടെ ഉണ്ടാവണം. ഇതാരെ ഗുരുനാഥന്മാരെ പ്രത്യേകം മറക്കരുത്. ആരെ പഠിപ്പിച്ചതൊക്കെ? പാട്ട് ഞാൻ ആദ്യം പഠിക്കാൻ പോയത് രാജു സാറിൻ്റെ അടുത്ത്. രാജു സാറ്. എവിടെയാണ് രാജു സാറ്? ചുള്ളിമാനൂരാണ്. ചുള്ളിമാനൂർ രാജു സാറ് കേൾക്കുന്നുണ്ടല്ലോ. നല്ല അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിഷ്യയെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ. അതിൽ സ്നേഹപൂർവ്വം അച്ഛനെയും അമ്മയും എല്ലാം നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. അതിൽ ഒരുപാട് സന്തോഷം മോളെ. ഓക്കെ, താങ്ക് യു ജൂനിയർ യേശുദാസ്. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള ഒരു ഫാമിലിയെ നമുക്ക് ഇങ്ങനെയുള്ളവരെ വേണ്ട. നാട്ടിലുള്ള സാധാരണ ഗായകർ, കഴിവുള്ള ഗായകർ, ഇനിയും ഒരുപാട് പേരെ തെരഞ്ഞു പോകേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കഴിവുള്ള കലാകാരന്മാരെല്ലാം ഇരിക്കുന്നവരെല്ലാം പുറത്ത് ചാടുക. തേടി ഞങ്ങൾ വരുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കുക. നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. 5000 രൂപയുടെ ഗെയിമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സിന്ധുവിനെ കാത്തിരിക്കുന്ന ബമ്പർ പ്രൈസ് 25,000 രൂപയാണ്. അതുവരെ പോകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാം ഇവരുടെ പ്രാർത്ഥനയും ഒടേ തമ്പുരാൻ്റെ പ്രാർത്ഥനയൊക്കെയാണ്. ഏതായാലും സന്തോഷമായിട്ട് ഇരിക്കാം. നമുക്ക് 5000 രൂപയുടെ ഗെയിം തുടങ്ങണം. എല്ലാവരും വെയിലത്ത് നിൽക്കുക. ഞാനടക്കം, സിന്ധു അടക്കം. അതിനേക്കാളും കൂടി സിന്ധുവിൻ്റെ നാട്ടുകാരെല്ലാം വെയിലത്ത് സിന്ധുവിൻ്റെ ഒരു വിജയം കാണുവാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കേണ്ടതുണ്ട്. 8ന്റെ പണി അല്ലേ? നോക്കിക്കോ. അടുത്ത ഗെയിമിന്റെ പേരാണ് നമുക്ക് സൂക്ഷിച്ച് പോകാം. 5000 രൂപയുടെ ഗെയിം. നമുക്ക് സൂക്ഷിച്ച് പോകാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗെയിം ഇതാണ്. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഇത് കടിക്കുക. കടിച്ചു പിടിച്ചുകൊണ്ട് ഓരോ ബഡ്സ് എടുക്കുക. ഇതിനകത്തിടുക. 10 ബഡ്സ് ഇട്ടാൽ മതി. 60 സെക്കൻഡ് കൊണ്ട് കേട്ടോ. 60 സെക്കൻഡ് കൊണ്ട് 10 ബഡ്സ് കടിച്ചു പിടിച്ചെടുക്കുക. ഇതിനകത്തിടുക. കൈ യൂസ് ചെയ്യരുത്. 5000 രൂപയാണ് കിട്ടുന്നത്. ആഗ്രഹങ്ങൾ ഒന്നും പോയിട്ടില്ല. കയ്യെത്തും ദൂരത്തുണ്ട്. വയലിൻ കയ്യിലുണ്ട്. 2000 രൂപയുടെ വാടക കയ്യിലുണ്ട്. ഇനി 5000 കഴിഞ്ഞ് അടുത്ത ഗെയിമിലോട്ട് പോകണമെങ്കിൽ ഈ 5000 രൂപയുടെ ഗെയിം ജയിക്കണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. കൗണ്ട് ഡൗൺ. നല്ല കയ്യടി വേണം. നിങ്ങളുടെ പ്രോത്സാഹനം വേണം. 1 2 3 പതുക്കെ വേണ്ട. പതുക്കെ മതി.
ബാക്കി, 10 സെക്കൻഡ് ബാക്കി. ആ അടുത്തെടുക്ക, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. യെസ്! അറുപത് സെക്കൻഡിനുള്ളിൽ 10 എണ്ണമായിരുന്നു ഇടാൻ പറഞ്ഞത്. പക്ഷേ മുന്നേ തന്നെ 10 എണ്ണം ഇട്ടു. പക്ഷേ 60ാമത്തെ സെക്കൻഡിൽ ഒരെണ്ണം ഇടാനുള്ള ശ്രമത്തിലായിരുന്നു സിന്ധു. 11 എണ്ണം പോസിറ്റീവ് തന്നെയാണ്. 10 എണ്ണം ഇടാൻ പറഞ്ഞ 11 എണ്ണം ഇടും. നമുക്ക് നെണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നല്ലൊരു കൈയടി. 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് സിന്ധുവിനുള്ളത്. അപ്പോ വീട്ടുവാടകയുടെയും വയലിന്റെയും കാര്യം ഏകദേശം റെഡിയായി, തീരുമാനമായി അല്ലേ? ഇനി എത്ര രൂപയുടെ ഗെയിമാണെന്നറിയോ? 10000 രൂപയുടെ ഗെയിമാണ് അടുത്തതായിട്ടുള്ളത്. അത് കളിക്കാനുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. 10000 രൂപയുടെ ഗെയിം കളിക്കാൻ സിന്ധു റെഡിയാണോ? റെഡിയാണോ? ഉറക്കപ്പറ. ഏതായാലും 10000 രൂപ കിട്ടിയാൽ അടുത്ത സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞില്ല. 10000 രൂപ കിട്ടിയാൽ ആദ്യം തന്നെ ഇതുവരെ എന്നെ ഒരു പ്രതീക്ഷയില്ല ഇവിടെ എത്തിച്ചൊരു ഈശ്വരനുണ്ട്. അപ്പൊ എന്തായാലും അതിലൊരു അംശം എനിക്ക് ചർച്ചിൽ കൊടുക്കണം. കൊള്ളാം. പിന്നെ അതില് ഇപ്പൊ ഏതായാലും ഞങ്ങളുടെ കേരളക്കരെ ആകെ ഞങ്ങൾ നെറ്റിപ്പിച്ചൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതിലേറെ ദുഃഖമുണ്ട്. അപ്പൊ അതില് എന്റെ 2 മക്കളുടെ പേരില് 2000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ. വെരി ഗുഡ്. ഇല്ലായ്മയിലും വല്ലായ്മയിലും എല്ലാം മനസ്സിൽ ചേർത്ത് പിടിച്ച ആ സ്നേഹമുണ്ടല്ലോ, അതാണ് വലിയ കാര്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ബാക്കി പൈസ കൊടുക്കാൻ പോകുന്നത്. 2000 രൂപ മക്കളുടെ പേരിൽ കൊടുക്കും അല്ലേ? 2000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ദൈവത്തിനുള്ള ഒരു പങ്ക്, പിന്നെ കുട്ടിയുടെ വയലിൻ പഠിത്തം, വീടിന്റെ റെന്റ്. ഇത്രയുമാണ് അടുത്ത ഗെയിമിൽ, അടുത്ത അച്ചീവ്മെന്റിൽ സിന്ധു കൊടുക്കാൻ പോകുന്നത്. 10000 രൂപയുടെ സമ്മാനം സിന്ധു കളിക്കാൻ പോവുകയാണ്. അടുത്ത പണി എന്താണ്? സിന്ധുവിനെ കാത്തിരിക്കുന്ന 8ന്റെ പണി എന്താണെന്ന് നോക്കാം. സിന്ധു റെഡിയല്ലേ? റെഡിയാണ്. നമുക്ക് നോക്കാം. പ്രാർത്ഥിക്കുക അല്ലേ? കിട്ടും. ചർച്ചിലുള്ള ദൈവമൊക്കെ തന്നിട്ടുണ്ട് സമ്മാനം. അതുകൊണ്ടാണ് ഇത്രയും നേടിയത്. ഇതിൽ ഒരു പ്രതീക്ഷയില്ല, അത്രയും ഇടത്തിലെത്തത്തില്ലായിരുന്നല്ലോ. കളിയുടെ പേര് മുച്ചീട്ടെന്നാണ്. മുച്ചീട്ട് എന്താണെന്ന് നമുക്കറിയണ്ടേ? ഏതായാലും ഗെയിമിന്റെ ആ ഒരു പരിപാടി എന്താണ്? എളുപ്പമുള്ള ഗെയിം തന്നെ ആയിരിക്കും സിന്ധു. കാരണം എന്താ വെച്ചാൽ ഇതുവരെ കൊണ്ട് എത്തിച്ചില്ലേ? 10000 രൂപയുടെ ഗെയിമാണ്. ദുരിതാശ്വാസത്തിന് കൊടുക്കണം. പിന്നെ എന്താണ്? കുട്ടികളുടെ ഉള്ള പഠനം, വാടക, എന്തൊക്കെയാണ് സിന്ധുവിന്റെ ആഗ്രഹം? എന്തൊക്കെയാണ് പറഞ്ഞേ? വയലിൻ വാങ്ങണം, പിള്ളേരെ പഠിപ്പിക്കണം, ദുരിതാശ്വാസ ക്യാമ്പിന് 2000 രൂപ കൊടുക്കണം, ചർച്ചില് സിന്ധു പുലിയല്ലേ? അതെ, സിന്ധുവിനെ നമുക്ക് പുലിയാക്കണം. അതാണ് നല്ലൊരു കൈയടി. മുച്ചീട്ട് കളി തുടങ്ങാൻ പോവുകയാണ്. 10000 രൂപയ്ക്ക് വേണ്ടിയുള്ള സിന്ധുവിന്റെ ഉജ്ജ്വല പ്രകടനം. ഇനി കേരളം ഒട്ടാകെ പറയും, അടിച്ചു മോനെ ബമ്പർ. അതെ, 10000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിം എന്താണെന്ന് സിന്ധുവിന് അറിയണ്ടേ? ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. അത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നോ? ഈ പൈപ്പ് എടുക്കുക, അകത്തേക്ക് വലിക്കുക, ഇങ്ങനെ എടുത്ത് ഓരോ ഗ്ലാസ്സിലും ഓരോ ചീട്ടിടുക. മനസ്സിലായില്ലേ? 40 സെക്കൻഡാണ് സമയം. 40 സെക്കൻഡിനുള്ളിൽ 3 ഗ്ലാസ്സിലും ചീട്ട് ഓരോന്നിടുക. മുച്ചീട്ട് കളി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 40 സെക്കൻഡാണ് സമയം. 3 ഗ്ലാസ്സിലും ഓരോ ചീട്ട് ഇടുക. ഗെയിം തുടങ്ങാം. ഗെയിം സ്റ്റാർട്ട്. കൗണ്ട് ഡൗൺ. നിങ്ങളുടെ കയ്യടി തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. 10000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമാണ് നടക്കുന്നത്. നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, കയ്യടിക്ക്. ശ്രദ്ധിച്ച് പതുക്കെ തിരിച്ചു പിടിക്കുക. അങ്ങനെ 1. 10000 രൂപ. സിന്ധു പതുക്കെ. 15 സെക്കൻഡേ ഉള്ളൂ. മക്കളെ മാറിയിരിക്കുക. 15 സെക്കൻഡ് കഴിഞ്ഞ് കറക്റ്റ്. പെട്ടെന്ന് സിന്ധു പെട്ടെന്ന്. പതുക്കെ മതി.
10,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമിൽ 35 സെക്കൻഡ് കൊണ്ട് സിന്ധു വിജയിച്ചിരിക്കുകയാണ്. എന്നുണ്ട്? സന്തോഷമാണ്. സന്തോഷമാണ്. നല്ല സന്തോഷമല്ലേ? നല്ല സന്തോഷം. പ്രതീക്ഷയിൽ അപ്പുറം സന്തോഷം. അതെ. എല്ലാ ദിവസവും ചർച്ചിൽ പോവോ? എല്ലാ ആഴ്ചയിലും പോകും, മുടങ്ങാതെ പോകും. വാടക കൊടുത്തായിരുന്നു ഈ മാസത്തെ? ഈ മാസം വാടക കൊടുക്കാൻ സമയമായിട്ടില്ല. കഴിഞ്ഞ കൊടുത്തു. ഇല്ല, വന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ. ഓക്കെ. വാടക കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നോ കയ്യില്? ഇല്ല, കടം മറിച്ചിട്ടാണ് അഡ്വാൻസ് കൊടുത്തത്. എത്ര അഡ്വാൻസ്? 10,000 രൂപ. 10,000 രൂപ അഡ്വാൻസ്. ഓക്കെ. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മയാണോ പണിക്ക് പോണേ? കഴിഞ്ഞ 2 ആഴ്ച വാടക വീട്ടിൽ വരുന്നതിന് മുമ്പൊക്കെ അമ്മയുടെ കൂട്ടത്താണ് നിന്നത്. അമ്മയുടെ കൂടെയാണ് നിന്നത്. ഇപ്പോഴും അമ്മയുടെ സപ്പോർട്ട് ഉണ്ട്. അമ്മ എന്ത് ജോലിക്കാ പോണേ? തൊഴിലുറപ്പിട്ട്. അമ്മ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? സിന്ധുവിന്റെ അമ്മ ഇതാണ് കേട്ടോ. ഇതാണ് സിന്ധുവിന്റെ അമ്മ. എല്ലാവരും ഒന്ന് കണ്ടു. സിന്ധുവിന്റെ അമ്മ ജോലിക്ക് പോയിട്ടാണ് വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ സിന്ധു അമ്മയുടെ കൂടെ ആയിരുന്നു. സിന്ധുവിൻ്റെ ഹസ്ബൻഡിന് കണ്ണിന് കാഴ്ചയില്ല. കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. വാടക വീട്ടിൽ 2 ആഴ്ച ആയുള്ളൂ താമസം തുടങ്ങിയിട്ട്. അമ്മേ എന്ത് സംസാരിക്കേ? എന്നാ വിശേഷം? സിന്ധുവിന് സമ്മാനം അടിക്കുവോ? പറ. അടിക്കും. അടിച്ചാല് സന്തോഷമാവോ? 25,000 രൂപയ്ക്കുള്ള സൂപ്പർ ബമ്പറാണ് സിന്ധു കളിക്കാൻ പോകുന്നത്. നേടില്ലേ? നേടണം. നേടിയേ പറ്റൂ. 10,000 രൂപ കൊടുത്തിട്ടില്ല. 25,000 രൂപയ്ക്കുള്ള കളിയാണ് കളിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പ്രേക്ഷകർക്കായിട്ടുള്ള എൻ്റെ ചോദ്യം ഞാൻ പറയുന്നത് ഒരു 3 തവണ തിരിച്ചു പറയുക. ആദ്യം കൈവെക്കുന്ന ആളുടെ അടുത്തായിരിക്കും ആദ്യം മൈക്ക് വരുന്നത്. അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ സമ്മാനം അവർക്കും കൊടുക്കും. ഓക്കെ. ഒരു മരുന്നാണിത്. കരിമരുത്, ഇരുത്, പുളി, മരുത്, മൈലെണ്ണ. ശ്രദ്ധിക്കുക. കരിമരുത്, ഇരുത്, പുളി, മരുത്, മൈലെണ്ണ. ഒരു മരുന്നിന്റെ കൂട്ടാണിത്. കരിമരുത്, ഇരുത്, പുളി, മരുത്, മൈലെണ്ണ. അത്രേ ഉള്ളൂ. അതൊരു 3 തവണ സ്പീഡിൽ അങ്ങ് പറയുക. ആരാണ് ആദ്യം കൈവെക്കുന്നത്? യെസ്. കരിമരുന്ന് കരിമരുന്ന് ഇരുത്, മൈലെണ്ണ ഇരുത്. പിന്നെ ഇപ്പം 6 രൂപേന്റെ അടുത്തായിരുന്നു പറഞ്ഞത്. 6 രൂപേന്റെ അടുത്തായിരുന്നു. ഷാമില സജീറിനോട് പോയി പറഞ്ഞു തരും. കരിമരുന്ന്, ഇരുത്, പുളി, മരുന്ന്, മൈലെണ്ണ. കരിമരുന്ന്, ഇരുത്, പുളി, മരുന്ന്, മൈലെണ്ണ. പറ. കരിമരുന്ന് ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. കരിമരുന്ന് ഇരുന്നല്ല, കരിമരുന്ന്, ഇരുത്, പുളി, മരുന്ന്, മൈലെണ്ണ. കരിമരുന്ന്, ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. തെറ്റാണ്. തെറ്റല്ലേ? അല്ല, തന്നെ അല്ല. കരിമരുന്ന്, ഇരുത്, മൈലെണ്ണ, പുളിമരുന്ന്. ഒന്നൂടെ. കരിമരുന്ന്, ഇരുത്, മൈലെണ്ണ, പുളിമരുന്ന്. അടുത്ത ആളാണ്. യെസ്. വാ. റെഡി? സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ പറയാം. കരിമരുന്ന്, ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. കരിമരുന്ന്, ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. കരിമരുന്ന്, ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. സ്പീഡിൽ പറയണം. കരിമരുന്ന്, ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. എന്നൊരു സ്പീഡിൽ പറ. കരിമരുന്ന്, ഇരുത്, പുളിമരുന്ന്, മൈലെണ്ണ. അടിപൊളി. സൂപ്പർ. സമ്മാനം എവിടെ? എവിടെ? ആളവിടെ. വാ. പേരെന്താണ്? സുധ. ഇത് പിടിച്ചേ. കരിമരുത്, ഇരുത്, പുളിമരുത്, മൈലെണ്ണ. ഓക്കെ. എന്താ പേരെന്താ? സുധ. എന്ത് ചെയ്യുന്നു സുധ? ഞാൻ ഇപ്പൊ തൊഴിലുറപ്പിന്റെ നിങ്ങളെല്ലാം തൊഴിലുറപ്പിന്റെ കൺവീനർക്ക് സമ്മാനം അടിച്ച് ബമ്പർ അടിച്ച്. ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു. രാവിലെ തൊട്ട് വെയിൽ കൊണ്ട് സൗന്ദര്യം എല്ലാം പോയി അല്ലേ? വെയിൽ കൊണ്ട് തകർന്നു. ഓക്കെ. സന്തോഷമുണ്ട്. ഏതായാലും സിന്ധു ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. 10,000 രൂപ വരെ കളിച്ചു നേടി. 25,000 രൂപ വരെ ഇനി നേടാൻ സൂപ്പർ ബമ്പർ അടിക്കുമായിരിക്കും അല്ലേ? പരിചയമുണ്ടോ സിന്ധുവിനെ? ചേച്ചിയുടെ മോള്. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ? മോശമാണ്, വളരെ മോശമാണല്ലേ? അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. സിന്ധുവിന്റെ കൈകൾ കൊണ്ട് തന്നെ സമ്മാനം വാങ്ങിയോ?
നല്ലൊരു കയ്യടി. ഓക്കെ, താങ്ക് യു. സിന്ധു, 10,000 രൂപ കടമുണ്ടല്ലേ നമ്മൾ തമ്മിൽ? അപ്പോൾ 10,000 രൂപയ്ക്ക് 3,000 രൂപ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? ബാക്കി ഇനി 7,000 രൂപ സിന്ധുവിന് തരണം. ഓക്കെ, ഏതായാലും കടങ്ങ് തീർത്തേക്കാം. 7,000 രൂപ സിന്ധുവിന് കൊടുക്കാൻ പോവാ. ത് 10,000 രൂപ സിന്ധു വിജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയുടെ കളിയാണ്. അതായത് സൂപ്പർ ബമ്പർ നേടാനുള്ള സിന്ധുവിനുള്ള ഒരു അവസരം. സിന്ധുവേ, കിട്ടുമായിരിക്കും അല്ലേ? ചോദ്യം ഇതാണ്, എപ്പോഴും ചോദിക്കുന്ന പോലെ 25,000 രൂപ കിട്ടിയാൽ എന്ത് ചെയ്യും? എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതായാലും പഞ്ചായത്തിന്റെ സപ്പോർട്ട് കൂടെ എനിക്ക് കിട്ടും. പക്ഷെ എന്റെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് കാശ് വേണമല്ലോ. അപ്പോൾ എന്തായാലും വീട് പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് മറ്റുള്ളവരുടെ സഹായമൊക്കെ എനിക്ക് സപ്പോർട്ട് ഉണ്ട്, ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ ഉണ്ട്. എന്നാലും എന്റെ അതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് 3 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 രൂപ പോലും മുടക്കാതെ തന്നെ എൻ്റെ കയ്യിൽ ചിലവാതെ തന്നെ എനിക്ക് പഞ്ചായത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിനോടുകൂടെ പഠിച്ചിട്ട് ഇറങ്ങി അവിടെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പഞ്ചായത്തിൻ്റെ സപ്പോർട്ട് കൂടി എനിക്ക് 3 സെന്റ് സ്ഥലം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓ, വെരി ഗുഡ്. കണ്ണ് അദ്ദേഹത്തിന് ശരിയാവോ? ഡോക്ടർ പറയുന്നുണ്ട് അത് ഞരമ്പിനായോണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്യാനൊന്നും കഴിയത്തില്ല. അത് എന്തെങ്കിലും ഒരു ചെയ്താൽ ശരി. ഒത്തിരി കാശ് അത് എമൗണ്ട് ആവും. അതാണ്. എത്ര രൂപയാവും? അത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം അല്ലേ? ശ്രമിക്കാം. പ്രേക്ഷകരൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് ആരെങ്കിലും ഒക്കെ വരും, മുന്നോട്ട് വരട്ടെ. സിന്ധുവിന്റെ ഒരവസ്ഥ നിങ്ങൾ ആദ്യം തൊട്ടേ കാണുന്നതാണ്. നമ്മളത് ഭയങ്കര തമാശ രൂപേണയൊക്കെ അവളെ അവതരിപ്പിച്ചെങ്കിലും ഇതിൻ്റെ അകത്തൊരു ഉള്ളിൽ നീറുന്ന ഒരു വേദനയോട് കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് സങ്കടപ്പെടാനുള്ള ഒരു പരിപാടിയൊന്നുമില്ല. എപ്പോഴും സന്തോഷിക്കാനും ആഘോഷിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രോഗ്രാമാണിത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സന്തോഷിക്കുന്നതിൻ്റെ ഒപ്പം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ ആരുമില്ലാത്തവരായിട്ട് ആരും കാണരുത്. എല്ലാവർക്കും എല്ലാവരും വേണം അല്ലേ? ഇല്ലാത്തവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കണം, എല്ലാവരും ചിരിക്കണം, എല്ലാവരും ആഘോഷിക്കണം, എല്ലാവരും സൂപ്പർ ബമ്പർ നേടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തൊക്കെയായാലും വെയിലിന്റെ കാഠിന്യം ഇങ്ങനെ കൂടി വരികയാണ്. ശരിക്കും ടയേർഡായി, എല്ലാവരും ടയേർഡായി. നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലേ? നമുക്കെല്ലാം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. എ ഷോർട്ട് ബ്രേക്ക്. സൂപ്പർ ബമ്പർ co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. 25,000 രൂപയ്ക്ക് വേണ്ടിയുള്ള കളിയാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ബോറടി മാറ്റാൻ നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ? ഇന്നി തീരം തേടും തിരയുടെ പാട്ട്
ശതമോഹനകൾ രാഗമയൂര വീലി വിടർത്തട്ടെ ശതമോഹനകൾ രാഗമയൂര വീലി വിടർത്തട്ടെ നിരതി നൃത്തം കണ്ടു ഭ്രമിക്കും രാവുകൾ തുടരട്ടെ നിരതി നൃത്തം കണ്ടു ഭ്രമിക്കും രാവുകൾ തുടരട്ടെ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലായി ഇന്നി പ്രേമം പൂക്കും മുകിലിൽ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൽ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഓ ഭയങ്കര ഓളമായിരുന്നു കേട്ടോ. ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണല്ലോ. ഷോ എനിക്ക് വയ്യ. നന്നായിട്ട് പാടി അല്ലേ? അതായത് ഇതാണ് നാട്ടുഗാനം എന്ന് പറയുന്നത്. എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു ഗായകൻ, ഒരു ഗായിക, ഒരു ആസ്ഥാന ഗായകൻ, ചില ഡാൻസുകാരുണ്ടാവും, മിമിക്രിക്കാരുണ്ടാവും. ഓരോ നാട്ടിലും അങ്ങനെ പ്രത്യേക കാറ്റഗറിയുള്ള കുറച്ച് ആളുകളുണ്ടായിരിക്കും. അവരെന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലാണെങ്കിലും ഒരു മരിച്ച വീട്ടിലാണെങ്കിലും ഒരു 100 അല്ലേ ആദ്യം ഓടിച്ചില്ലെന്നവരായിരിക്കും അവർ. എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ സപ്പോർട്ടും അവർക്കുണ്ടായിരിക്കും. ഏതായാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയത്. നവാസ് ഭായിയെ കണ്ടതിൽ ബക്കർ വാപ്പയുടെ അനുഗ്രഹമാണ് ഈ സംഗീതമെന്ന് തോന്നുന്നു. ഏതായാലും നല്ലൊരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. സമ്മാനോടെ സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പറിൻ്റെ നല്ലൊരു ടീഷർട്ട്. ഒതുങ്ങുമോ? സൈസൊക്കെ ഒതുങ്ങും, പക്ഷെ വൈറൽ ഒതുങ്ങുമോ എന്നൊരു സംശയമുണ്ട്. അങ്ങോട്ട് നോക്കിയോ? ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. ഏതായാലും നന്ദിയുണ്ട് കേട്ടോ. അപ്പം പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. 25,000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. സിന്ധുവാണ്. 25,000 രൂപയുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു കയ്യടി. 25,000 രൂപയുടെ കളിയാണ് കളിക്കാൻ പോകുന്നത്. സൂപ്പർ ബമ്പർ. എന്താണ് സിന്ധുവിന് കാത്തിരിക്കുന്ന പണി എന്ന് നമുക്ക് നോക്കാം. എടുത്തോളൂ. ഗെയിമിന്റെ പേരാണ് ഇരട്ടക്കയ്യൻ. എന്താണ് ഇരട്ടക്കയ്യൻ എന്നറിയാവോ? ആർക്കെങ്കിലും അറിയാമോ ഇരട്ടക്കയ്യൻ എന്താണെന്ന്? ഈ ഗെയിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇരട്ടക്കയ്യൻ ഇരട്ടക്കയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 കൈയുള്ള ആളെയാണ് ഇരട്ടക്കയ്യൻ എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തെ നമുക്ക് ഇരട്ടക്കയ്യൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കൈ ഒരെണ്ണം ഒടിഞ്ഞിരിക്കുകയാണ്. എന്ത് പറ്റി? എവിടെ വീണു? വണ്ടി സ്കൂട്ടറില്ല? ലൈസൻസ് ഉണ്ടായിരുന്നോ? എന്താ പറ്റി? നല്ല സ്പീഡാണ് പുള്ളിക്കാരി സാധാരണ. എന്ന് പറഞ്ഞേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ വണ്ടിയെ പോണത്? ഭയങ്കര സ്പീഡാ. നാട്ടുകാർക്കുള്ള അഭിപ്രായം കേട്ടോ? പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കേ. പക്ഷെ ഈ പിള്ളേരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അറിയാമല്ലോ, വീഴ്ചയൊക്കെ കാണുന്നുണ്ട്. ഏതായാലും എത്ര നാളായി? അത്രയായോ? ഒടിവുണ്ടോ? ഡേറ്റ് എല്ലാം? അപ്പൊ എല്ലാ വർഷവും 5-ാം തീയതി നമുക്ക് ആഘോഷിക്കണം കേട്ടോ. ഓർമ്മ. സെപ്റ്റംബർ 5. ഓക്കെ. ഹസ്ബൻഡാണോ പഠിപ്പിച്ചത്? എന്ത് വണ്ടിയാ? ആക്റ്റീവായി. ഇപ്പൊ ഒന്ന് ആക്റ്റീവായി അല്ലേ? വണ്ടിക്ക് വല്ലതും പറ്റിയോ? ഒന്നും പിന്നെ ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസം അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുമല്ലോ. ഭക്ഷണമൊക്കെ എങ്ങനെയാ കഴിക്കുന്നത്? എടുത്ത് കഴിക്കും. ഭർത്താവ് ഉണ്ടാക്കി തരും അല്ലേ? അമ്മയുണ്ട്. അപ്പം ഓക്കെ. ഏതായാലും ഇതാണ് ഇരട്ടക്കയ്യൻ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇരട്ടക്കയ്യൻ എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? സിന്ധുവിനറിയാം. സിന്ധു ഇരട്ടക്കയ്യൻ എന്താന്ന് അറിയത്തില്ല. ലോകം ഉണ്ടോ? ഇച്ചിരി പാടുള്ള ഗെയിം ആകാനാണ് സാധ്യത. എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതായാലും 25,000 രൂപയ്ക്കുള്ള സൂപ്പർ ബമ്പറാണ് നടക്കാൻ പോകുന്നത്. സിന്ധുവിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുമോ ഇല്ലയോ നമുക്കറിയില്ല. ആകണമേ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഏതായാലും ഗെയിമിലേക്ക് കിടക്കാം. അതാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ സിന്ധുവാണ് മത്സരിക്കാൻ പോകുന്നത്. സൂപ്പർ ബമ്പറായി 25,000 രൂപയ്ക്ക് വേണ്ടിയാണ് സിന്ധു മത്സരിക്കാൻ പോകുന്നത്. ഇരട്ടക്കയ്യൻ. സിന്ധു, അടിപൊളി. ഹാപ്പി അല്ലേ?
നേടും, ഉറപ്പായിട്ടും നേടും. ഗെയിം ഇതാണ്. ഇവിടെ കുറച്ച് ഐസ്ക്രീം കപ്പ് ഇരിപ്പുണ്ട്, അതിന് മുമ്പിൽ ഇതൊരു ബൗളും ഇതുകൂടി ഇരിപ്പുണ്ട്. ഇത് 2 കൈകൾ കൊണ്ട് എടുക്കുക, ഓരോ സൈഡിലും എടുത്ത് വെക്കുക. 1 വെക്കുക, അതിൻ്റെ മുകളിൽ 1 വെക്കുക, അതിൻ്റെ മുകളിൽ 1 വെക്കുക, അങ്ങനെ 3 എണ്ണം വെക്കണം. ഇത് പക്ഷേ ഈ ഒരു കൈ കൊണ്ടല്ല, 2 കൈകൾ കൊണ്ടും വെക്കുക. 2 സൈഡിൽ നിന്നും എടുത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. 20 സെക്കൻഡാണ് നമ്മുടെ സമയം ഗെയിം തുടങ്ങി 20 സെക്കൻഡിനുള്ളിൽ ഇത് 3 എണ്ണം 2 സൈഡിൽ നിന്നും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. 20 സെക്കൻഡിനുള്ളിൽ ചെയ്ത് തീർക്കുകയാണെങ്കിൽ സൂപ്പർ ബമ്പർ പ്രൈസായ 25,000 രൂപയാണ് സിന്ധുവിനെ കാത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. 25,000 രൂപയ്ക്ക് വേണ്ടിയുള്ള സൂപ്പർ ബമ്പർ തുടങ്ങുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 20 സെക്കൻഡാണ് സമയം. എടുത്തു വെക്കുക. ഓക്കെ, 10 സെക്കൻഡ്സ് കഴിഞ്ഞു. യെസ്, സൂപ്പർ ബമ്പർ അടിച്ചു പോരെ ബമ്പർ. ഏതായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ 10,000 രൂപയാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇനി എത്ര രൂപ തരണം? 15 രൂപ. അപ്പം സ്വപ്നങ്ങളുടെ ഏകദേശ ധാരണകളൊക്കെ ആയിട്ടല്ലേ? ഒരുപാട് സന്തോഷമായില്ലേ? സിന്ധുവിന് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയേണ്ടത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗെയിമിൽ ഞാൻ പങ്കെടുക്കുമെന്നോ, ഇതിവിടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പ്രതീക്ഷിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് പോലും. പക്ഷേ ഏറ്റവും ഈശ്വര അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഗെയിം ഷോയിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു അവസരം തന്നത്. അതിന് ഏറ്റവും ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമത് എൻ്റെ പ്രേക്ഷകരോട്, എൻ്റെ നാട്ടുകാരോടാണ്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം കൊണ്ട് തന്നെയാണ് എനിക്കതിൽ ഏറ്റവും. കാരണം എല്ലാ കാര്യത്തിലും, ഈ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇതുവരെ എൻ്റെ വിജയവും എൻ്റെ നാട്ടുകാർ തന്നെ, അവരുടെ സഹകരണം തന്നെയാണ്. ഇനിയും മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയാൻ, എൻ്റെ അമ്മയുടെ ഏറ്റവും സഹകരണമാണ്. ഇത്രയും കാലം പട്ടിണിയുടെ നടുവിലും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അമ്മയും അച്ഛനും തന്നെയാണ്. പിന്നെ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം പഠിച്ചിറങ്ങിയ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ എൻ്റെ സുഹൃത്തുക്കൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഞാനും എൻ്റെ മക്കളും ആഹാരം കഴിക്കുന്നതും. അവിടെ എല്ലാ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഏറെ സന്തോഷമുള്ളതും എനിക്ക് നന്ദിയുള്ളതും സി കേരളം ചാനലിനോടാണ്. അതിൻ്റെ ഷോ ആയിരിക്കുന്ന സൂപ്പർ ബമ്പർ ഷോയിലും എനിക്കിത് പങ്കെടുക്കുവാൻ ഈ ചാനൽ എനിക്കൊരു അവസരം തന്നത് ഞാൻ ഏറ്റവും നന്ദി പറഞ്ഞോളുന്നു. ഈ ചാനൽ ഏറ്റവും അനുഗ്രഹമായിട്ട് കേരളക്കരെ ഒന്നാകെ ലോകമൊട്ടാകെ അറിയുന്നൊരു ചാനലായി ദൈവം മാറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സിന്ധുവിൻ്റെ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി. കാരണം ഇപ്പോഴും ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടാവും. തിരിച്ചും എല്ലായിടത്തും ഞങ്ങൾ പോകുമ്പോൾ കിട്ടുന്ന ഈ ഒരു സ്നേഹം തന്നെയാണ്. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ നല്ല നല്ല ആൾക്കാരാണ് നിങ്ങളെപ്പോലെ ഉള്ളവരെ പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ തന്നെയാണെങ്കിലും ആര്യനാട് കുമാരേട്ടൻ ഒന്ന് വന്നേ. കുമാരേട്ടാ, എൻ്റെ കുമാരേട്ടാ, ഇതാണ് കുമാരേട്ടനാണ് ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള നമുക്കെല്ലാ സൗകര്യവും ഒരുക്കി തന്നത്. കാരണം പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ അറിയില്ലല്ലോ, ഓരോ സ്ഥലങ്ങളും നമുക്കറിയില്ല. കേരളം മുഴുവൻ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ ദേശവും ഭാഷയും മനസ്സിലാക്കി, ഓരോരുത്തരുടെ ശൈലികളും മനസ്സിലാക്കി, ഭക്ഷണത്തിൻ്റെ രുചികൾ തേടി, എല്ലാം തേടി ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ സൗകര്യം ഒരുക്കി തരുന്നത് ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ള സൗഹൃദങ്ങളാണ്. എന്ത് തോന്നുന്നു കുമാരേട്ടാ? വളരെയധികം സന്തോഷം. ഒപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് അത് സൂപ്പർ ബമ്പർ അടിച്ചതിൽ, അത് ആര്യനാടിന്റെ മണ്ണിൽ അടിച്ചതിൽ, അതിൽ ഏറ്റവും വലിയ സന്തോഷം. അതാണ്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമ്മൾ തമ്മിൽ എത്ര രൂപയുടെ കടമുണ്ട്? 15,000 രൂപയുടെ കടം.
25,000 രൂപയാണ്. എത്ര രൂപ ഇനി തരാനുണ്ട്? 15,000 രൂപ. പ്രേക്ഷക ലക്ഷങ്ങളെ സാക്ഷി നിർത്തി, ആര്യനാടിന്റെ മണ്ണിനെ സാക്ഷി നിർത്തി ഇതാ സൂപ്പർ ബമ്പറായ 25,000 രൂപ. 15,000 രൂപ ആണ് എൻ്റെ കയ്യിലുള്ളത്. 10,000 രൂപ കൊടുത്തിട്ടുണ്ട് സിന്ധുവിന്. ബാക്കി പൈസ ഇതാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ ചാനൽ എവിടെ പോയാലും അതിൻ്റെ വൻ വിജയമായി തീരട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പ്രിയമുള്ളവരെ, ഏതായാലും ഇന്ന് സൂപ്പർ ബമ്പർ അടിച്ചിരിക്കുന്നത് ഏറ്റവും അർഹയായ സിന്ധുവിനാണ്. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുന്നുണ്ട്, പലയിടത്തും യാത്രകൾ പോകാറുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് ബമ്പർ കൊടുക്കുമ്പോൾ, ഞങ്ങൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ, സമ്മാനം തന്നെ പറയാം, ഈ സമ്മാനം കിട്ടുന്നവർ ഏറ്റവും അർഹരായിരിക്കണവർ തന്നെ ആയിരിക്കണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ തന്നെയാണ് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്നേഹം മതി നമുക്ക്. സ്നേഹം തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. കൂട്ടിപ്പിടുത്തവും കെട്ടിപ്പിടുത്തവും ആത്മാർത്ഥതയും എല്ലാം പോകുന്ന വഴിക്ക് കിട്ടുന്നുണ്ട്. അതെ, ശങ്കർപ്പുള്ള ആണുങ്ങളെ കാണാറുണ്ട്, നന്മയുള്ള സ്ത്രീജനങ്ങളെ കാണാറുണ്ട്, വിശന്നപ്പോൾ വഴിയിൽ നിന്നപ്പോൾ വെള്ളം തന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും സൂപ്പർ ബമ്പർ ഇനിയും തുടരും. ചിരിയുണ്ടാവും, ചിന്തയുണ്ടാവും, തമാശയുണ്ടാവും, ബമ്പറുകൾ ഉണ്ടാവും. നാളെ ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലാവാം. അതുവരേക്കും ഇവിടെ പറയുന്നു, സി സൂപ്പർ ബമ്പറിൽ നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലാകരൻ.